ഉള്ളിപ്പിടയുന്ന വേദനയോടെയാണ് വയനാട് ചൂരൽമലയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ ഇടവകാംഗങ്ങൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടത്. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ തങ്ങളുടെ അടുത്തു നിന്നവരിൽ പലരും ഇന്നില്ല. ദൈവാലയത്തിലെ വിശുദ്ധ കുർബാനയിൽ ദുഃഖം തളം കെട്ടിയ അവസ്ഥ. ഇടവകയിൽ നിന്നും 9 പേർ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞു. അതിൽ 2 പേരുടെ മൃതദേഹം ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. കൂടാതെ വീടും ഉപജീവനവും മണ്ണെടുത്ത ഒരു കൂട്ടം മനുഷ്യർ. ഉരുൾപൊട്ടലുണ്ടാക്കിയ നഷ്ടങ്ങളും അതിന്റെ ആഘാതവും എളുപ്പം മാറുന്ന ഒന്നല്ലെങ്കിലും മാനന്തവാടി രൂപതയ്ക്കും വിശ്വാസി സമൂഹത്തിനും ചൂരൽമലയിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന സഹായ സഹകരണങ്ങൾ സാധ്യമാക്കാം എന്ന ഉറപ്പ് നൽകാൻ മാത്രമാണ് ഇപ്പോൾ സാധിക്കുക. ഇടവക ജനത്തെ ആശ്വസിപ്പിക്കാനും കഴിയുന്നത്ര സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുവാനുമായി രൂപതയുടെ പ്രതിനിധിയായി മാനന്തവാടി രൂപത വികാരി ജനറൽ ഫാദർ പോൾ മുണ്ടോളിക്കൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മരണമടഞ്ഞവരെ സ്മരിച്ചുകൊണ്ട് ഒപ്പിസ് പ്രാർത്ഥനയും നടത്തപ്പെട്ടു. ശേഷം ദൈവാലയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് ആവശ്യമെന്നതിനെക്കുറിച്ച് വ്യക്തത ലഭിക്കാൻ വികാരിയച്ഛന്റെയും ജനറാളച്ഛന്റെയും സാന്നിധ്യത്തിൽ ഇടവക അംഗങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമാക്കി. കഴിയുന്നത്ര സഹായം ലഭ്യമാക്കാം എന്ന് രൂപത ഉറപ്പു നൽകുന്നതായി വികാരി ജനറൽ ഫാദർ പോൾ മുണ്ടോളിക്കലും വ്യക്തമാക്കി. ഞാൻ ഇന്ന് ചൂരൽമല ഇടവകയിൽ വന്നതാണ്. ഇവിടെയുള്ള ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് 9 പേര് ഈ ഇടവകക്കാരായിട്ട് മരിച്ചു. അതിൽ 7 പേരുടെയാണ് ബോഡിയെങ്കിലും കിട്ടിയിട്ടുള്ളത്. 2 പേരുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് ചരിത്രമൊക്കെ നടക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് ഈ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് ഹൃദയപൂർവ്വം അനുശോചനം അറിയിക്കുകയാണ് മാനന്തവാടി രൂപതയുടെ പിതാക്കന്മാരുടെ പേരിലും വൈദികരുടെ എല്ലാ ദൈവജനം മുഴുവൻ്റെയും പേരിൽ അനുശോചനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇവിടെയുള്ള ഈ ഇടവകയിലുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും പങ്കുചേരാനും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മൾ ഇനിയും പ്രത്യാശ കൊടുക്കണം, ധൈര്യപ്പെടുത്തണം. ദൈവം കൂടെ ഉണ്ടെന്ന് നമ്മുടെ നല്ല മനസ്സുള്ള ഒത്തിരി ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെന്നൊരു ഉറപ്പ് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. ഞാൻ ഇനി ഉടനെ അവരുടെ ഭവനങ്ങൾ കൂടി സന്ദർശിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കുറേ കുടുംബങ്ങൾ വീട് പോയിട്ടില്ലെങ്കിലും ആളുകൾ പോയിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടതുണ്ട്. അവർക്ക് സഹായം എത്തിക്കണം. വീടും ഉറ്റവരും നഷ്ടപ്പെട്ടവർക്ക് അടിയന്തരമായിട്ട് സഹായം എത്തിക്കണം. ഹോസ്പിറ്റലിൽ ഒരാൾ ചികിത്സയിലുണ്ട്, അവർക്ക് സഹായം എത്തിക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാം. നമുക്ക് സഹകരിക്കാം. കൃത്യമായിട്ട് പ്രാർത്ഥനയുടെ അവരെ ശക്തിപ്പെടുത്താം. ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയ ദുരിതത്തിൽ നിന്നും ആഘാതത്തിൽ നിന്നും ചൂരൽമല വിമുക്തമായിട്ടില്ല. ദുരന്തത്തിന്റെ മരവിപ്പ് വിട്ടുമാറുന്നില്ലെന്ന് ഇടവക അംഗങ്ങൾ ഷെക്കന ന്യൂസിനോട് വെളിപ്പെടുത്തി. ആ ഉരുളുപൊട്ടിയാന്ന് ഒരു 1:45 നമ്മുടെ കൂട്ടുകാരൻ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ ഉരുളുപൊട്ടിയിട്ടുണ്ട്, എന്നാൽ പുറത്തിറങ്ങരുത്, കറണ്ടെല്ലാം പോയി ലൈൻ കമ്പി പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പുറത്തിറങ്ങരുത്. അങ്ങനെ ഞാനും വൈഫും പോയാൽ എണീറ്റ് നമ്മൾ വീട്ടിൽ മാതാവിൻ്റെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാം. അന്നേരം പെട്ടെന്ന് നമ്മൾ വിളിച്ച് ജോയിച്ചേട്ടനെ ചേച്ചിനെയാണ് വിളിക്കുന്നത്. അവരെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അത് കഴിഞ്ഞ് നസീർഖാൻ്റെ കുടുംബത്തെ വിളിക്കുന്നു, ആ മൊബൈലിൽ സ്വിച്ച് ഓഫ്. പിന്നെ ഞാൻ വിളിക്കുന്ന അവസാനം ചേട്ടനെയാണ്. അവസാനം വിളിച്ച അവസാനം പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളത്തിൽ നിൽക്കുവാണ്, ചെളിയിലാണ്, ഞങ്ങൾ ഇപ്പോൾ സുരക്ഷിതമാണ്, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ 10 മിനിറ്റ് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് 4 മണിയായപ്പോൾ ഒരു പൊട്ട് പൊട്ടി. അന്നേരം ഞാൻ വൈഫിനോട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് പറഞ്ഞു. ആ പൊട്ടൽ ഒച്ചയും ബഹളവും കല്ല് നമ്മുടെ വീടിന് ഉള്ളിൽ കൂടെ ഒഴുകുന്ന പോലെ ഫീൽ ചെയ്യാം. ഞാൻ വിളിച്ച് നമ്മുടെ തൊട്ട് പുറയിൽ പുഴയാണ്, ആ പുഴയെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇവർ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫാണ്. അതോട് ഞങ്ങളുടെ മനസ്സ് തകർന്നു. പിന്നെ രാവിലെ 5:45 വേഗം പുറത്തിറങ്ങി ഞങ്ങൾ വേഗം നമ്മുടെ പുഴയുടെ സൈഡ് നോക്കി. അങ്ങനെ നമ്മുടെ അവിടെയല്ല. പിന്നെ ഞാനും മോനും കൂടെ വേഗം താഴോട്ട് ഓടിച്ചു. താഴെ ചെല്ലുമ്പോൾ ഈ മരിച്ചു ചോദിച്ചാൽ നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ ഉമ്മയും വെല്ലുമ്മയും അവരുടെ മക്കളും 4 പേര് ചെളിയിൽ നിൽക്കുക. ഇത്രയും നേരം അവരെ രക്ഷപ്പെടുത്തി രംഗമാണ് ഞാൻ ആദ്യം കാണുന്നത്. അതിപ്പോൾ ഈ ജോലിച്ചറിനോടാണെങ്കിലും വൈകുന്നേരം തലമൊക്കെ 7 മണിക്ക് വിളിച്ചോട്ടെ വീട്ടിലേക്ക് വരെ. ഇതിന് മുന്നേ ഉരുൾപൊട്ടിയപ്പോഴെല്ലാം നമ്മുടെ വീട്ടിൽ അവരൊക്കെ താമസിച്ചത്. അതിന് ജോലിച്ചറിന് മോനെ വിളിച്ചു പറഞ്ഞു, പലരെയും വിളിച്ചു തന്നെ പുള്ളിയോട് വീട്ടിലേക്ക്. പക്ഷെ അവരാരും വന്നില്ല. ഒത്തിരി സങ്കടമായിട്ട് എന്നുവെച്ചാൽ നമ്മുടെ കണ്ണിലെ കാരണം അറിയുന്ന ആൾക്കാർ മാത്രമാണ് ഈ നാട്ടിൽ. എന്ന് വെച്ചാൽ ഈ നാടുമായിട്ട് അത്രയും ഒരു സ്നേഹത്തിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഭയങ്കര ഭീതിയാണ്. പക്ഷേ വീട്ടിലേക്ക് പോകണമെന്നുള്ളൊരു സങ്കടവാദില്ല. അവസാനം ബന്ധപ്പെടുത്താനായിട്ട് എയർഫോഴ്സ് നമ്മുടെ വീട്ടിൽ നമുക്ക് സുരക്ഷിതമായിരുന്നു. എല്ലാവരും ഒരു ഒത്തിരി വിഷമത്തോടും സങ്കടത്തോടും നിൽക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട, ഒറ്റയ്ക്കാണെങ്കിൽ നിൽക്കാം. എന്നുവെച്ചാൽ വീട്ടിൽ
മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പിന്നെ നമ്മൾ ആ വിഷമത്തിൽ അവിടെ തന്നെ പിന്നെ നമ്മളിപ്പോൾ പുറത്തേക്ക് പോയാൽ ഇവിടുത്തെ നാട്ടിലേക്ക് ടൗണിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, നാട്ടുകാരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ തന്നെയാണ്. പക്ഷേ 4ാമത്തെ ദിവസം എയർഫോഴ്സും മിലിറ്ററിക്കാരും വന്നിട്ട് ഇപ്പം തന്നെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ 4 ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഇനി അവിടെ താമസിക്കാൻ താല്പര്യമില്ല. പ്രധാനമന്ത്രി ഈ പ്രദേശവും എല്ലായിടം ആശ്വസിപ്പിക്കുന്നു. എന്താണ് ഒത്തിരി സന്തോഷം തോന്നി. എന്താ വെച്ചാൽ ഒരു നാടിനെ നെഞ്ചോട് ചേർത്ത് ഒരു രാജ്യത്തിൻ്റെ നേതാവ് കൈപിടിക്കുമ്പോൾ അതിലൊരു സുരക്ഷിതത്വം പോലെ തോന്നുന്നത്. എന്നുവെച്ചാൽ പലരും നമ്മളെ വിളിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു സങ്കടമായിരുന്നു. പക്ഷേ ഒരു പ്രധാനമന്ത്രി കാണുമ്പോൾ അതിന് നാടിൻ്റെ ഒരു അവസ്ഥ അത്രയും സീരിയസ് ആയിട്ട്. പ്രധാനമന്ത്രി ആണെങ്കിലും 2 മണിക്കൂർ കൂടുതലാണ് നാട്ടിൽ ചെലവഴിച്ചത്. ഷെഡ്യൂളെല്ലാം തെറ്റി എല്ലായിടത്തും നടന്ന് ഒത്തിരി സന്തോഷം തോന്നി വെച്ചാൽ പ്രധാനമന്ത്രി എല്ലാ സ്ഥലങ്ങളും നടന്നു പോയിട്ടുണ്ട്. നല്ല നേതാക്കന്മാരും വന്നിട്ട് കുറച്ച് ദൂരം പോകും, എന്നിട്ട് അവർ അവരുടെ കാറിൽ പോകും. പക്ഷേ പ്രധാനമന്ത്രിനെ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്നുവെച്ചാൽ ആ നാടിന് നടന്ന് എല്ലാ സ്ഥലവും പോയി കാണാനും എല്ലാവരും ഇവിടെ വിഷമങ്ങൾ ഒപ്പിയെടുക്കാനും പ്രധാനമന്ത്രിക്ക് സാക്ഷിയിലും ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട്. പക്ഷേ ഈ പ്രധാനമന്ത്രി വന്നാൽ ഈ സർക്കാരിൻ്റെ വകുപ്പിലേക്കൊന്നും കൊടുത്താൽ ഈ സാധാരണക്കാരന് പറ്റില്ല. നമുക്ക് എന്തിനും 10 രൂപയ്ക്ക് 10 രൂപ നേരിട്ട് തരാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു മാർഗം കാണാം. ഈ സർക്കാരിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നുള്ള ഒരു 100 രേഖ ഉണ്ടാക്കണം. ഈ രേഖയൊന്നും ക്ലിയർ ആവില്ല. അത് നമ്മൾ നടന്ന് ലാസ്റ്റ് നമ്മുടെ കൈകാലം ദൈവത്തോളൂ. എൻ്റെ പേര് ഷിൻഡോ. ഞാൻ ജീസസ് യൂത്തിലെ അംഗമാണ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, കേരളത്തിലെ പല സ്ഥലങ്ങളിലുള്ള ജീസസ് യൂത്ത് ഒരുമിച്ച് ഈ ഒരു വലിയൊരു സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും ഞങ്ങൾക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച് ഓടി വന്നവരാണ്. ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്, നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം ഒരു കുഞ്ഞു കാര്യം കിട്ടാതെ വരുമ്പോൾ സങ്കടമാണ്. കാരണം ഒരു വീട് വെക്കാനുള്ള സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും എപ്പോഴും പരാതി പറയുന്നവർ നമ്മളൊക്കെ. നമ്മളിവിടെ എത്തിയപ്പോഴാണ് കണ്ട് മനസ്സിലായത്, അതായത് ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ വീടും സ്ഥലവും വണ്ടികളൊക്കെ നഷ്ടപ്പെട്ട് അതിനേക്കാളപ്പുറം സ്വന്തം കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാരെ, അത് ഒരിക്കലും അത് വാക്കുകളെ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അവരെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റില്ല. അവർ അവരോട് പോയി നമുക്ക് പറയാനായിട്ട് വാക്കുകളൊന്നും ഇല്ല. കാരണം വാക്കുകളേക്കാൾ അപ്പുറമാണ് അവരുടെ വേദന നമ്മൾ ഓരോരുത്തരെ കണ്ടറിയുമ്പോൾ. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഇടറിപ്പോവും. കാരണം നമ്മൾ നടക്കുന്ന വഴിയിൽ പോലും, ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വഴിയിൽ പോലും അവിടെ എത്ര പേര് മണ്ണിനടിയിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനും കൂടെയുള്ളവരെ സാന്നിധ്യം കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് നമുക്ക് പറ്റുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ സ്ഥിരമുള്ള ആൾക്കാരാണ്, ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമുക്ക് സ്ഥിരമായിട്ട് വരാനുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നവരാകുന്നു, രാവിലെ വരുന്നവരൊക്കെ കേട്ടോ. അപ്പോൾ അതിലുള്ള പല ആൾക്കാരെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കാണാൻ വന്നുകൊണ്ടിരുന്നാവേ. തലേ ദിവസം പോലും 2 ദിവസം മുമ്പാണ് ഞാൻ ലാസ്റ്റ് വന്നത്. ഈ ദുരന്തം നടക്കുന്നതിന് 2 ദിവസം മുമ്പാണ്. അന്ന് വന്നിരുന്ന കുറച്ച് ആൾക്കാർ, അവരുടെയൊക്കെ പടങ്ങൾ കണ്ട് ഇന്ന ആളാണ് അവർ നഷ്ടപ്പെട്ടു, അവരില്ല എന്നുള്ള വിവരം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ ഒരു വിഷയം. ഷിഗ്ന ന്യൂസ്, വയനാട്.